ഹായ് ഓൾ. ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെസിഫിക് ആംഗിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നോക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് 45 ഡിഗ്രി നോക്കാം. 45 ഡിഗ്രീന് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എ ബി സി ഇത് നമ്മുടെ റൈറ്റ് ആംഗിൾ. അപ്പം ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ എ ബി ഈക്വൽ ടു ബി സി ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈക്വൽ ടു എ എന്ന് എടുക്കാം. സേ എ എന്ന് എടുക്കാം. എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ സി എന്താ ചെയ്യും? എ സി ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയറിന്റെ റൂട്ട് അതെന്താണ്? ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2a സ്ക്വയർ ഈക്വൽ ടു a റൂട്ട് 2. a റൂട്ട് 2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസിലേക്ക് പോവാം. ഇത് a ആണ്, ഇത് a ആണ്, ഇത് a റൂട്ട് 2 ആണ്. മൂന്ന് സൈഡും കിട്ടി. നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസിലേക്ക് പോവാം. സൈൻ a, ഇത് a ആണെങ്കിൽ സൈൻ a എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു a ബൈ a റൂട്ട് 2 ഈക്വൽ ടു എന്താ? 1 ബൈ റൂട്ട് 2. കോസ് a, കോസ് എന്താ? സ്മോൾ ലെറ്റർ എ അല്ല, ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്ത്, അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ എ യൂസ് ചെയ്യണം. കോസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്. അഡ്ജസന്റ് സൈഡ് പറഞ്ഞാൽ എ ബൈ എ റൂട്ട് 2 ഈക്വൽ ടു 1 ബൈ റൂട്ട് 2. എന്താ? ടാൻ എ. ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എ ബൈ എ ഈക്വൽ ടു 1. സൈനെ കോസ് ടാൻ കിട്ടി. ഇനിയോ കൊസീകെ. കൊസീകെ എന്ന് പറഞ്ഞാൽ 1 ബൈ റൂട്ട് 2 ഈക്വൽ ടു എന്താ? റൂട്ട് 2. സീകെ. സീകെ എന്ന് പറഞ്ഞാൽ 1 ബൈ റൂട്ട് 2 ഈക്വൽ ടു റൂട്ട് 2. കോട്ടെ. കോട്ടെ എന്ന് പറഞ്ഞാൽ 1 ബൈ 1 ഈക്വൽ ടു 1. അങ്ങനെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് 45 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. എ ബി സി പറഞ്ഞ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ എന്താ? ഈ ആംഗിള് 60, ഈ ആംഗിള് 60, ഈ ആംഗിള് 60. അപ്പൊ ഇതിന്റെ ബൈസെക്ടർ എടുത്താലോ? ഇത് 90 വരും, അത് ഡി. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 30 വരും, ഇവിടെ 30 വരും. ഓക്കെ, ഇനി നമുക്ക് എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ സി ഈക്വൽ ടു സേ 2a ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ഡി ഈക്വൽ ടു ഡി സി എന്താണ്? എ ആണ്. അതിന്റെ 16 പകുതി. ബി ഡി എന്ന് പറയുന്നത് എ, ഡി സി എന്ന് പറയുന്നത് എ. ഇത് 2a, ഇതും 2a. അപ്പൊ എ ഡി എന്തായിരിക്കും? എ ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 2a whole square minus a square equal to root of 4a square minus a square equal to root of 3a square equal to a root 3 എന്നാണ് നമ്മുടെ ഉത്തരം കിട്ടുന്നത്. അപ്പം ഇത് a root 3 ആയിട്ട് കിട്ടി. അപ്പം നമുക്ക് മൂന്ന് സൈഡും കിട്ടി. ഇനി നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കാണാം. 30 ഡിഗ്രി ആണ്. 30 ഡിഗ്രിന്റെ സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാ? സൈൻ 30 പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബി ഡി. ബി ഡി എന്ന് പറഞ്ഞാൽ എ ആണ് ബൈ ബി ഡി ബൈ ഹൈപ്പോട്ന്യൂസ്. ഹൈപ്പോട്ന്യൂസ് 2a ഈക്വൽ ടു 1 ബൈ 2. കോസ് 30. കോസ് 30 എന്ന് പറഞ്ഞാൽ എത്രയാ? അഡ്ജസന്റ് സൈഡ് എ ഡി ആണ്. എ ഡി എന്താ? അവിടെ എ റൂട്ട് 3 ആണ്. എ റൂട്ട് 3 ബൈ ഹൈപ്പോട്ന്യൂസ്. ഹൈപ്പോട്ന്യൂസ് 2a ഈക്വൽ ടു റൂട്ട് 3 ബൈ 2. sin 30 cos 30 കിട്ടി. ഇനി tan 30. tan 30 എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. എന്താ? a ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ a റൂട്ട് 3 ഈക്വൽ ടു 1 ബൈ റൂട്ട് 3. tan 30 കിട്ടി. ഇനി കൊസീക് 30 എന്താണ്? 1 by 1 by 2 എന്ന് പറഞ്ഞാൽ 1 by 1 by 2 ഈക്വൽ ടു 2 ആണ്. സീക് 30 എന്താണ്?
1/√3/2 ഈക്വൽ ടു 2/√3. cot 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1/√3 ഈക്വൽ ടു √3. ഇനി എന്താ നമുക്ക് കാണേണ്ടത്? 60ന്റെ നോക്കാം. 60 ഡിഗ്രീന്റെ സൈൻ 60 എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈൻ 60 പറഞ്ഞാൽ ഇവിടെ 60. സൈൻ 60 പറഞ്ഞാൽ AD/AB ആണ്. AD എന്ന് പറഞ്ഞാൽ എത്രയാ? A√3/AB. AB എന്ന് പറഞ്ഞാൽ 2A ഈക്വൽ ടു √3/2 ആണ് സൈൻ 60 എന്ന് പറഞ്ഞാൽ. cos 60 എന്ന് പറഞ്ഞാൽ എത്രയാ? cos 60 എന്ന് പറഞ്ഞാൽ adjacent side A/2A ഈക്വൽ ടു 1/2. tan 60 എന്ന് പറഞ്ഞാൽ എത്രയാ? tan ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ AD എന്ന് പറഞ്ഞാൽ എത്രയാ? A√3 adjacent side A ഈക്വൽ ടു √3. ഓക്കെ. ഇനി cosec 60 എന്ന് പറഞ്ഞാൽ 1/√3/2 ഈക്വൽ ടു 2/√3 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. പിന്നെയോ sec 60 എന്ന് പറഞ്ഞാൽ 1/1/2 ഈക്വൽ ടു 2 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. cot 60 എന്ന് പറഞ്ഞാലോ 1/√3 ഈക്വൽ ടു അത് 1/√3 തന്നെ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇവിടെ cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. sin 30 cos 60 വാല്യൂ 1 ആണ്. അതേപോലെയോ cos 30 എന്ന് പറഞ്ഞാൽ എത്രയാ? √3/2 ആണ്. sin 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. ആ വാല്യൂ 1 ആണ്. tan 30 വാല്യൂ എത്രയാ? 1/√3. അത് cot 60 ആകുമ്പോൾ എന്താ? 1/√3 ആണ്. ഇതാണ് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന വാല്യൂസ്. ഇനി നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി കാണാം. 0 ഡിഗ്രിന്റെയും 90 ഡിഗ്രിന്റെയും ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് നമുക്ക് കാണുന്നത്. അതിന് ആദ്യം നമുക്ക് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് A, ഇത് B, ഇത് C ആണ് വിചാരിച്ചോളൂ. ഇതിൽ ആംഗിൾ Aന്റെ വാല്യൂ 0 അടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. 0 അടുക്കുമ്പോൾ ഇങ്ങനെ വരും. ABC 0 അടുക്കുമ്പോൾ ഇങ്ങനെ വരും ആംഗിൾ Aന്റെ വാല്യൂ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈൻ 0 എന്ന് പറഞ്ഞാല് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഓൾമോസ്റ്റ് 0 ആവും. കറക്റ്റ് വാല്യൂ 0 ആവുന്നല്ല, സൈൻ 0 ആവുമ്പോൾ 0 ആവും. അതുവരെ ഓപ്പോസിറ്റ് സൈഡ് ഓൾമോസ്റ്റ് 0 ആവും. അപ്പൊ നമുക്ക് 0/ഹൈപ്പോട്ടന്യൂസ് എന്താ? ഓൾമോസ്റ്റ് 1 ആവും. ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. പിന്നെയോ cos 0ന്റെ വാല്യൂ എന്താ? cos പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ്, അത് AB ആണ്. അത് ഓൾമോസ്റ്റ് ഹൈപ്പോട്ടന്യൂസ് ആവും. അപ്പം 1/1 ഈക്വൽ ടു 1. പിന്നെയോ tan 0 പറഞ്ഞാൽ എന്താ? sin 0/cos 0 ആണ്. 0/1 എന്ന് പറഞ്ഞാൽ 0. പിന്നെയോ cosec 0 പറഞ്ഞാൽ എന്താ? 1/0. അതെന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. sec 0 പറഞ്ഞാൽ എന്താ? 1/1 ഈക്വൽ ടു 1 ആണ്. cot 0 പറഞ്ഞാൽ എത്രയാ? 1/0 ഈക്വൽ ടു നോട്ട് ഡിഫൈൻഡ്. ഇത് നമ്മളുടെ 0ന്റെ കേസിലുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. ഇനി നമുക്ക് 90ന്റെ കേസിലുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് നോക്കാം. അതിന് ആദ്യം എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് വിചാരിച്ചോളൂ. ABC. ഇത് 90നോട് അടുക്ക് എങ്ങനെയാ? അപ്പം ഇതിങ്ങനെ കുത്തനെ വരും, ഇതിങ്ങനെ വരും. 90നോട് അടുക്കുക പറഞ്ഞാൽ ഇങ്ങനെ വരും, ഇങ്ങനെ. ABC 90നോട് അടുക്കുക പറഞ്ഞാൽ അപ്പം sin 90 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഓൾമോസ്റ്റ് 1 ആയിരിക്കും. cos 90 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഡ്ജസന്റ് സൈഡ് ഓൾമോസ്റ്റ് 0 ആയിട്ടാണ് വരുന്നത്. അപ്പൊ 0.
ടാൻ 90 എന്താണ്? സൈൻ 90 ബൈ കോസ് 90 ആണ്, ഈക്വൽ ടു 1/0. അതെന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. പിന്നെന്താ കൊസീക് 90? കൊസീക് 90 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/1 ഈക്വൽ ടു 1 ആണ്. സീക് 90 എന്ന് പറഞ്ഞാൽ 1/0 ഈക്വൽ ടു നോട്ട് ഡിഫൈൻഡ് ആണ്. കോട്ട് 90 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/1/0 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ഈ ടേബിള് 0 മുതൽ 90 വരെയുള്ള വാല്യൂസിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ ഈ ടേബിള് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. എന്നാലേ മാത്രമേ നമുക്ക് പ്രോബ്ലം വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയമാവും. അപ്പോൾ ഇത് ഈ ടേബിൾ അതേപോലെ പഠിച്ചിരിക്കണം. ഓരോ വാല്യൂസ് എപ്പോഴും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. ആസ് ആംഗിൾ എ ഇൻക്രീസസ് ഫ്രം 0 to 90 ഡിഗ്രി, 0 മുതൽ 90 വരെ എ ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈൻ എ എന്ന് പറഞ്ഞാൽ ഇൻക്രീസസ് ഫ്രം 0 to 1, cos A decreases from 1 to 0 എന്ന് നമ്മൾ നേരത്തെ ടേബിളിൽ കണ്ടു. സൈൻ എന്ന് പറയുന്നത് 0 ആകുമ്പോൾ 0 ആണ്, 90 ആകുമ്പോൾ 1 ആണ്. കോസ് എന്ന് പറയുന്നത് 0 ആകുമ്പോൾ 1ഉം 90 ആകുമ്പോൾ 0 ആണ്. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അത് നമ്മളൊന്ന് ജനറൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി, റൈറ്റ് ആംഗിൾ അറ്റ് ബി, AB equal to 5 cm and angle ACB equal to 30 degree. Determine the length of the sides BC and AC. എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അതിൽ റൈറ്റ് ആംഗിൾ എവിടെയാ? ബിയിലാണ്. AB equal to 5 cm എന്ന് തന്നിട്ടുണ്ട്. AB equal to 5 cm. ACB എന്ന് പറഞ്ഞ ആംഗിൾ 30 ഡിഗ്രിയാണ്. അതായത് ഈ ആംഗിൾ 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. Determine the lengths of the sides BC and AC. BC എന്ന് പറയുന്ന ലെങ്ത്തും AC എന്ന് പറയുന്ന ലെങ്ത്തും കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്താ അറിയാം? tan 30 എന്ന് പറഞ്ഞാൽ എന്താ? tan 30 എന്ന് പറഞ്ഞാൽ AB ബൈ BC എന്നാണ്. അതിന്റെ tan 30ന്റെ വാല്യൂ എത്രയാ? 1/√3. tan 30ന്റെ വാല്യൂ 1/√3 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? AB ഈക്വൽ ടു ഗിവൺ എന്താണ്? AB ഈക്വൽ ടു 5 cm ആണ് തന്നിട്ടുണ്ട്. ഇംപ്ലൈസ് BC ഈക്വൽ ടു AB into 1/√3 equal to 5/√3. BC കിട്ടി. BC എന്ന് പറഞ്ഞാൽ 5/√3 ആണ്. പിന്നെ നമ്മളോട് AC ആണ് കാണാൻ പറഞ്ഞത്. AC കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? sin 30 എടുക്കാം. sin 30ന്റെ വാല്യൂ എത്രയാ? ഈക്വൽ ടു 1/2 ആണ്. sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ് നമുക്കറിയാം. sin 30 ഇവിടെ എന്താ? sin 30 എന്ന് പറഞ്ഞാൽ AB ബൈ AC ആണ്. AB നമുക്ക് തന്നിട്ടുണ്ട്. AB ഈക്വൽ ടു 5 ആണ് തന്നിട്ടുണ്ട്. AC എന്താണ്? 2 into AB ആണ്. ഈക്വൽ ടു 2 into 5 ഈക്വൽ ടു 10 cm ആണ് നമ്മുടെ AC. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ PQR, റൈറ്റ് ആംഗിൾ അറ്റ് Q, PQ ഈക്വൽ ടു 3 cm, PR ഈക്വൽ ടു 6 cm. Determine angle QPR and SRQ. എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അതിന്റെ റൈറ്റ് ആംഗിൾ എവിടെയാ? ക്യൂലാണ്. ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ. PQ ഈക്വൽ ടു 3 cm. PQ ഈക്വൽ ടു 3 cm ആണ് എഴുതി. PR ഈക്വൽ ടു 6 cm. PR ഈക്വൽ ടു 6 cm. ആംഗിൾ QPRും ആംഗിൾ PRQ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഈ രണ്ട് ആംഗിൾ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം സൈൻ ഓഫ് ആംഗിൾ PRQ എന്താണ്? സൈൻ ഓഫ് ആംഗിൾ PRQ എത്രയാ? PQ ബൈ PR. PQ ബൈ PR എന്ന് പറഞ്ഞാൽ 3/6 ഈക്വൽ ടു 1/2. ഇംപ്ലൈസ് ആംഗിൾ PRQ എന്താണ്? ഈക്വൽ ടു 30 ഡിഗ്രി ആണ്. സൈൻ ഓഫ് ആംഗിൾ PRQ 1/2 ആണ്. PRQ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇത് 30 ആണ് കിട്ടി. ഒരു ആംഗിൾ 90, ഒരു ആംഗിൾ 30 ആണ്. മറ്റേ ആംഗിൾ എത്ര ആയിരിക്കും? 60 ആയിരിക്കും. ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് ആംഗിൾ QPR ഈക്വൽ ടു എന്താ? 180 മൈനസ് ആംഗിൾ PQR പ്ലസ് ആംഗിൾ PRQ ഈക്വൽ ടു 180 മൈനസ് 90 പ്ലസ് 30
ഈക്വൽ ടു 180 മൈനസ് 120 ഈക്വൽ ടു 60 ഡിഗ്രി ആണ് നമുക്ക് കിട്ടും. ഇത് വേറെ മെത്തേഡിലും കൂടി ചെയ്യാം. നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇതിപ്പോൾ സൈൻ വെച്ചപ്പോൾ നമുക്ക് ആദ്യത്തെ എത്തി. ഇനിയോ കോസ് വെച്ച് നോക്കാം. കോസ് ക്യൂ പി ആർ. കോസ് ക്യൂ പി ആർ എന്ന് പറഞ്ഞാൽ എത്രയാ? ഈക്വൽ ടു പി ക്യൂ ബൈ പി ആർ. പി ക്യൂ ബൈ പി ആർ എന്ന് പറഞ്ഞാൽ 3/6 ഈക്വൽ ടു 1/2. അപ്പം ക്യൂ പി ആർ എന്താ എഴുതിയാൽ ക്യൂ പി ആർ എന്ന് പറഞ്ഞാൽ എത്രയാ? 60 ഡിഗ്രി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ എ മൈനസ് ബി ഈക്വൽ ടു 1/2, കോസ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു 1/2, 0 ലെസ് ദാൻ എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 ഡിഗ്രി, എ ഗ്രേറ്റർ ദാൻ ബി, ഫൈൻഡ് ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി. നമുക്ക് രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. സൈൻ ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ പറയാം? വി നോ ദാറ്റ് sin 30 equal to 1/2 implies a minus b equal to 30 എന്ന് നമുക്ക് പറയാം. പിന്നെ അടുത്ത കണ്ടീഷൻ എന്താ? cos of a plus b equal to 1/2. നമുക്ക് എന്താ അറിയാം? we know that cos of 60 equal to 1/2, അതായത് implies a plus b equal to 60. ഇത് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ, നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ. 1+2 ചെയ്യാം. 1+2 ചെയ്ത് തന്നിട്ടും 2a ഈക്വൽ ടു 90 എന്ന് കിട്ടും. 2a ഈക്വൽ ടു 90 എന്ന് പറഞ്ഞാൽ എത്രയാ? a ഈക്വൽ ടു 45 ഡിഗ്രി. ഇനിയോ a 45 ആയി. a മൈനസ് ബി ഈക്വൽ ടു 30 എന്ന് പറഞ്ഞാൽ 45 മൈനസ് ബി ഈക്വൽ ടു 30. അപ്പോൾ ബി എന്തായിരിക്കും? 45 മൈനസ് 30 ഈക്വൽ ടു 15 ഡിഗ്രി ആണ് നമ്മുടെ ഉത്തരം. എയും കിട്ടി, ബിയും കിട്ടി.